കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ വെച്ചിട്ട് പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ലൂക്ക മജ്ജിസിനെ നമ്മുടെ രാഹുൽ കെ പി വളരെ ക്രൂരമായിട്ടുള്ള ടാക്കിളിന് വിധേയനാക്കി. രാഹുലിനെ പോലുള്ള ക്രിമിനൽസ് ഫുട്ബോളിന് ശാപമാണ്. രാഹുലിനെ തുടർന്നുള്ള കളികളിൽ നിന്നും വിലക്കണം, അറ്റ്ലീസ്റ്റ് കുറച്ച് മത്സരത്തിലേക്കെങ്കിലും വിലക്കണം. ആ യെല്ലോ കാർഡ് തീർത്തും മോശമായി പോയി. റെഡ് കാർഡായിരുന്നു അർഹിച്ചത്. രാഹുൽ ഒരു മോശം പ്ലെയറാണ്, മോശം വ്യക്തിത്വമാണ് എന്ന തരത്തിൽ ചില പേജുകൾ പറയുന്നുണ്ട്. അതിനിടെ കുറെ അണ്ണന്മാർ ബ്ലാസ്റ്റേഴ്സിന്റെ കൊടിയൂരിയ ലൂക്കയോട് പ്രതികാരം ചെയ്ത വീരനായകനാണ് രാഹുൽ. രാഹുൽ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ ഗുണ്ടാപ്പണിക്ക് പോകുന്ന ഗുണ്ടയൊന്നുമല്ല. രാഹുൽ ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ അത്ലറ്റാണ്. രാഹുൽ കെ പി ചെയ്തതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്നാൽ ആ വീഡിയോ നിങ്ങൾ ഒരു വട്ടം കൂടി കണ്ടു നോക്കുക. കാരണം രാഹുൽ കെ പി ലൂക്ക മജ്ജിസിനെ ടാർഗറ്റ് ചെയ്ത് ടാക്കിൾ ചെയ്തതല്ല. രാഹുൽ കെ പി കറക്റ്റ് ബോളിനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. രാഹുലിന്റെ ആദ്യ ടച്ച് ബോളിലാണ്. ഒരു 50-50 ബോൾ ഗെയിൻ ചെയ്യാനുള്ള രാഹുലിന്റെ ഇന്റേണൽ ഇൻസ്റ്റിങ്സ് മാത്രമാണ്. രാഹുലിന്റെ ഉള്ളിൽ ഒരു പോരാളിയുണ്ട്. അവസാന നിമിഷം വരെ ഒരു 0.0001 പ്രോബബിലിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു പോരാളിയുടെ മനസ്സ് രാഹുലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോൾ വിൻ ചെയ്യാനാണ് രാഹുൽ ശ്രമിച്ചത്, അല്ലാതെ ലൂക്കയെ ടാർഗറ്റ് ചെയ്തതല്ല. ബോൾ രാഹുൽ തന്നെയാണ് വിൻ ചെയ്തത്. രാഹുലിന്റെ ഹെഡർ, അതായത് തല ബോളിലാണ് പറിച്ചത്. കൃത്യമായിട്ട് റീപ്ലേ ദൃശ്യങ്ങളിൽ നിന്നും കാണാം. വേണമെങ്കിൽ ഞാൻ സ്ലോ മോഷനിൽ പ്ലേ ചെയ്യാൻ ശ്രമിക്കാം. ഈ കരഞ്ഞു വിളിക്കുന്നവന്മാരും കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള വിപിൻ മോഹനന്റെ നട്ടലിനകത്തേക്ക് ചെന്നൈന്റെ ക്യാപ്റ്റൻ ടാക്കിൾ ചെയ്തപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു. അതായത് കരിയർ എൻഡിങ് ടാക്കിളാണത്. അങ്ങനെ ഒരു സീരിയസ് ആയിരുന്നെങ്കിൽ ചെറുക്കന്റെ കരിയർ അവിടെ തീർന്നേനെ. ഇപ്പം പണ്ട് ഒരു കൊളംബിയൻ താരമായിട്ടുള്ള സുനിക നമ്മുടെ നെയ്മർ ജൂനിയർ ഇങ്ങനെ ഒരു ടാക്കിളിന് വിധേയനാക്കിയോണ്ടാണ് നെയ്മറിന്റെ കരിയർ ഇപ്പം ഇങ്ങനെ ബെഡിലായി പോയത്. അല്ലെങ്കിൽ വേറെ ലെവലാവേണ്ടതായിരുന്നു നെയ്മറൊക്കെ. നെയ്മറിന്റെ കരിയർ തന്നെ അവതാളത്തിലാക്കിയത് ഇങ്ങനെ ഒരു ക്രൂരമായ ടാക്കിളാണ്. അതുപോലെ അതിന് സെയിം റെപ്ലിക്ക വിപിനോട് ചെയ്തപ്പം കരഞ്ഞു മെഴുകാത്ത പേജുകളാണ് ഇപ്പം രാഹുലിനെതിരെ കരയുന്നത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിരോധാഭാസം തന്നെ.